ഏയ്, എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതി. അയ്യോ, കാട്ടാന ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടുകൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നേക്ക് മുദ്ദുകവും. എന്താ മുദ്ദുകവും? ഇതേ വല്ലം പറയാണ്ടേ നേരെ ചൊവ്വേ പറയണം. കുറെ നേരമായിട്ട് ഞാൻ കേൾക്ക കളിയാക്ക നീ ഒരു മുദ്ദുകവും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. എവാളുതേ അക്കരയേലു. എവാളുതേ അക്കരയേലു. ചീലാക്കോട്. ആ ചീലാക്കോട്. എവാളുതേ അക്കരയേലു. അരി അതിനാണ് എവാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം? മുദ്ദുകവും ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. 3 മുദ്ദുകവും. അമ്മച്ചി ചോദിച്ചാലോ? ಮುದ್ದುಗವು ಏನೋ ಏನೋ ಎಂದೆ ಏನ್ ಕೇಳ್ದೆ ನನ್ನ ಕೊಂದಾಕ್ಬಿಟ್ರಿ ನೋಡು ಮಗನೇ. ನಮ್ಮೂರಿಗೆ ಬಂದು ನನ್ನ ಹತ್ರನೇ ಮಾತಾಡ್ತಾ ಇದ್ಯಾ? ಈ ಕಡೆ ಬಂದ್ ನೋಡು ಏನ್ ಮಾಡ್ತೀನಿ. ಮುದ್ದುಗವು 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 ಮುದ್ದುಗವು. ಒಂದೇ ಒಂದು ಮುದ್ದುಗವು ಮುದ್ದುಗವು ಪರವಾಗಿಲ್ಲ. ಬೇಡ ಬಿಡಿರಿ. ಮುದ್ದುಗವು ನನಗೆ ನಾಚಿಕೆ. അലിയ അഴിച്ചുവിടുക. അഴിച്ചുവിട്. വിടൂല്ലേ? ಅಯ್ಯೋ, ಎಂದು ಬಚ್ಚಿ? ಹೊಸ ಮದುವೆ ಆಗಿದೆ ಗಂಡ ಹೆಂಡತಿ ಮೊದಲನೇ ರಾತ್ರಿ ಕೋಳಿಗೊಳಗಿದ್ದಾರೆ. ಬಗ್ಗೆ ನೋಡ್ಲಿಕ್ಕತ್ತಾನೆ. ಕೆಲವು ದಿವಸಗಳಿಂದ ಇಲ್ಲಿ ಕಳ್ತನ ನಡೀತಾ ಇದೆ. ಅಲ್ಲಿ ಸಂಬಂಧಪಟ್ಟ ಆಳಾಗಿರ್ಬೇಕು ಇವನು. ಪೊಲೀಸರು ಹಿಡಿದುಕೊಡ್ಬೇಕು. ಅವರೊಂದು ತಪ್ಪು ಮಾಡಿಯೇನೆ, ಕ್ಷಮಿಸಬೇಕು. ಇವನ್ ತುಂಬಾ ಕೆಟ್ಟವನು. ನಮ್ಮ ವಯಸ್ಸೇನು? ನನ್ನ ಹತ್ರನೇ ಬಂದು ಬೇಡಿದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ. ನನ್ನ ಅಂಗಡಿಗೆ ಬಂದ್ ಕೂಡ ಬೇಡದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ ಇವನು. നാണമില്ലേ മനുഷ്യ? എന്ത് വൃത്തിയായി കാണിച്ചത്? അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. അല്ലാതെ അയ്യേ, ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടല്ലോ തന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ആ സ്ത്രീയെ കടക്കാരനെ താൻ അവമാനിച്ചില്ലേ? ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്നെന്നാ അവര് പറയുന്നേ. തന്നെ പോലീസിനെ വിളിക്കാൻ ടൗണിലേക്ക് ആള് പോയിട്ടുണ്ട്. മല്ലിക്കെട്ടുന്നൊരു പോലീസുകാരനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ? തല്ലി കൊന്നാ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. ನನ್ನ ಗಂಡನೆ ಕಾಪಾಡ್ರಿ. ಸದ್ಯ ಈ ಜಾಗ ಬಿಟ್ಟು ಹೊರಡೆ ಬಿಡ್ತೀನಿ. ನನ್ನ
ಬೊಟ್ಟಿನ ಉಳಿಸಿಕೊಡ್ರನ ತಾಯಿ. ಎಲೆ ಕೊಸರ ಏನಮ್ಮ? ಪಾಪ ಇವಳ ಗಂಡನ ಹೆಸರ್ತಿ ಕ್ಷಮಿಸ್ಬಿಡ್ರಿ, ಇಲ್ಲಿಂದ ಹೋಗಿ ಬಿಡ್ತಾರೆ. ലങ്ങേര് പറഞ്ഞു. മത്തൊമ്മ ഈ ജംഗിളാകെ ബർബാർഡ്. ഉഷാർ ಹೋಗು. ഇയാൾ ഇതെന്തോന്ന് പറയണ? തന്റെ ഭാര്യ കരഞ്ഞു പിടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിടുക. ആര്? ഉടനെ സ്ഥലം വിട്ടോണം. മേലിൽ ഈ കാട്ടിൽ കണ്ടുപോരുന്നാ പറയുന്നത്. തടി ചീത്തയാണ്ടെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞേക്കും. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാനെങ്ങനെ തൊഴും? ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. ലേലു അല്ലൂന്ന് പറഞ്ഞാ മതി. എന്തോന്ന്? ലേലു അല്ലൂന്ന്. ലേലു അല്ലു ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. വല്ലവരുടെയും കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്ക്. ഛേ, തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. പുറത്തു മാഞ്ഞ് ഉള്ളി തനി ആഭാസൻ. ഓ, എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തതി. ഉള്ളറാണെങ്കിൽ ഇന്ന് എന്റെ വായിക്കകത്തോട്ട് ഇറങ്ങി നോക്ക്. അധികം ഞെളിയല്ലേ, ഒളിഞ്ഞു പോവും. എന്തൊക്കെയാ പൊഴിഞ്ഞ് കെട്ടുന്നുണ്ട്. കളിയാക്കല്ലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. പിന്നെയും കളിയാക്കി ഒരു മുദ്ദുകവും. അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുരുക്കിലൊക്കെ ഞാൻ പോയി ചാടിയത്. ഒരു വല്യമ്മയുടെ തല്ല് കിട്ടി, കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി, മാനവും പോയി.
അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി. അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത്. മനഃപൂർവ്വമല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിയാമായിരുന്നെങ്കിൽ. വേണ്ട, തെറ്റ് എന്റെയും കൂടെയാ. പുഴയിൽ വെള്ളം കയറിയെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ. ദേഷ്യം വന്നപ്പോഴ് വെറുതെ 2 ദിവസം മാണിക്കനായിട്ട് കുരങ്ങളിപ്പിക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെ ആവുന്ന് ഞാനും കരുതിയില്ല. ഞാൻ കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല, നേരത്തെ മാണിക്കൻ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് വീടും കൂടെ ഒന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ. നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി, അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ്. മൈസൂർ പോലീസില്. അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ട. അയാളുടെ നിഴല് കണ്ടാ മതി, നാട്ടുകാര് വിറയ്ക്കും. എന്റെ പെങ്ങളെ ഞാൻ നോക്കി നിൽക്കെ ഞെക്കി കൊന്നതാ. എന്നിട്ട് വീടിന്റെ ഉത്തരത്തിന്മേ കെട്ടി തൂങ്ങി ചത്തുന്ന് കേസും എഴുതി. ആരാ ചോദിക്കാൻ? എന്നെ കെട്ടാൻ വേണ്ടിയാ പെങ്ങളെ കൊന്നതെന്നാ എല്ലാവരും പറയുന്നേ. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മാവനൊന്നുമല്ല, മല്ലിക്കെട്ടിന്റെ ഒരു അകന്ന ബന്ധുവാ. എനിക്ക് മാണിക്കനോട് വിരോധമൊന്നുമില്ല. സത്യം പറഞ്ഞാല് നമ്മൾ തമ്മിലുണ്ടായ പിണക്കമൊക്കെ എനിക്കൊരു ഹരമായിരുന്നു. എന്റെ ഓർമ്മയില് ഞാൻ ഇത്രയും രസിച്ച നാളുകള് എന്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട്, നന്ദി. വഴക്കിട്ടതിന്, രക്ഷിച്ചതിന്, ചായ വാങ്ങി തന്നതിന്, കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി.